അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പോൾ എത്തിയിരിക്കുന്നത് തലശ്ശേരി എന്ന സ്ഥലം അറിയാലോ? അതെ അറിയാം. കല, രാഷ്ട്രീയ, ബിസിനസ്, സാമൂഹിക ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും തലശ്ശേരിക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. മഹാബലി തമ്പുരാൻ നോൺ വെജ് കഴിക്കില്ല എന്നറിയാം. തലശ്ശേരി ബിരിയാണിയുടെ സ്വാദ് എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്, അതിഗംഭീരമാണ്. അതിൻ്റെയൊക്കെ സ്വാദ് എത്രത്തോളം അതിൻ്റെ സ്വാദുണ്ടെന്ന് അറിയണമെങ്കിലേ നമ്മൾ ദൂര സ്ഥലത്തൊക്കെ പോകണം. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കും തലശ്ശേരി ദം ബിരിയാണി. പിന്നെ എന്തെടുത്തു കഴിഞ്ഞാലും ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുള്ളൊരു സ്ഥലം കൂടിയാണ് തലശ്ശേരി എന്ന് പറയുന്നത്. ഇപ്പോൾ തലശ്ശേരിയിൽ ഒരുപാട് വർഷമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ജ്വല്ലറിയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിലാണ്. അപ്പോൾ മാവേലിയോടൊപ്പം എന്ന പരിപാടി, നല്ല കാറ്റല്ലേ ഇവിടെ മാവേലി? മനോഹരമായിട്ടുള്ള കാറ്റ്. അപ്പോൾ ഒരു വൈകുന്നേര സമയത്താണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പേര് എപ്പോഴും ഇവിടെയൊക്കെ കൂടുതലും ബിസിനസ് നടക്കുന്നതും വൈകുന്നേര സമയത്താണ്. ഓണാവുമ്പോൾ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്നിച്ചിട്ട് വൈകുന്നേര സമയത്താണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ വരുന്നത്. അപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തലശ്ശേരി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നമുക്കിനി അകത്തളത്തിലേക്ക് പോകാം, വിശേഷങ്ങളൊക്കെ അറിയാം. വാ. അപ്പോൾ ഞങ്ങളിപ്പോൾ മാവേലിയോടൊപ്പം എന്ന പ്രോഗ്രാമുമായിട്ട് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തലശ്ശേരിയിലാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരു പൊന്നോണം എന്നൊക്കെ വിശേഷിപ്പിക്കുമല്ലോ, പൊന്നിൻ്റെ ഓണമാണ്. അപ്പോൾ പൊന്നിൻ്റെ അല്ലെങ്കിൽ ഒരു ജ്വല്ലറി മേഖലയിലേക്ക് ഒരുപാട് ബിസിനസ്സൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വർഷമായി മലബാർ ഗോൾഡ് തലശ്ശേരിയിൽ. ഓക്കെ, ബിസിനസ്സിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥാപനം നിലനിന്ന് പോകാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം ഭയങ്കര കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ജ്വല്ലറി മേഖലയിലൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഇത്രയും വർഷമായിട്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ കുറച്ച് സമയം മാവേലിയോടൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ കണ്ണൂർ വിഷൻ ചാനലിലൂടെ ഓണം സ്പെഷ്യൽ ഒരു തിരുവോണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പോൾ മാവേലി കാര്യം ചെയ്യും, ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ശരി. അപ്പോൾ മാവേലിയോടൊപ്പം എന്ന പരിപാടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തലശ്ശേരിയിലാണ്. അടിപൊളി സ്ഥാപനമാണ്, മനോഹരമായിട്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ഒരുപാട് വെറൈറ്റി സെലക്ഷൻസൊക്കെ ഉള്ള വലിയൊരു ഷോറൂമാണ്. കാരണം ഇപ്പോഴും നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു സംഭവം, മുഖത്തുണ്ടാകുന്ന സന്തോഷം മാത്രം മതി ഇവിടുത്തെ എത്രത്തോളം പവർഫുൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം അല്ലേ. ഓണക്കാലത്ത് പുതിയ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, റെഡി. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേരുന്നത് അനീസ് സാറും അതുപോലെ തന്നെ നസീഫ് സാറുമാണ്. നമുക്ക് ഈ ഒരു മാവേലിയോടൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തലശ്ശേരിയിലെ വിശേഷങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ പോകുന്നത്. ആദ്യം രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അനീസ് ജി, ഇപ്രാവശ്യത്തെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് പറയും? ഞങ്ങൾ വളരെ വിപുലമായിട്ടാണ് മലബാർ ഗോൾഡ് മൊത്തം ഗ്രൂപ്പായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ മൊത്തമായിട്ടുള്ള ഞങ്ങൾ ഓണം നല്ല രീതിയിൽ തന്നെ ചെയ്യാനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓരോ പർച്ചേസിനും കസ്റ്റമർക്ക് തന്നെ നമ്മൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണെങ്കിൽ ഓരോ 30,000 രൂപയുടെ പർച്ചേസിനും
100 മില്ലി ഗോൾഡ് കോയിനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് സ്റ്റഡഡ് ഐറ്റംസ്, ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് തുടങ്ങിയ സ്റ്റഡഡ് ഐറ്റംസിന് ഓരോ 30,000 പർച്ചേസിനും 200 മില്ലി ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത്. പിന്നെ സാധാ എല്ലാ പർച്ചേസിനും കസ്റ്റമർ ഗിഫ്റ്റായിട്ട് ഞങ്ങൾ പായസ കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓണം വളരെ ഗംഭീരമായിട്ടാണ് ഞങ്ങൾ മലബാർ ഗോൾഡ് ഈ വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. മലബാർ ഗോൾഡിൽ വന്നിട്ട് എങ്ങനെയുണ്ട് ബിസിനസ് എന്ന് ചോദിക്കുന്നത് വളരെ മോശമാണ്. കാരണം അത്രയും ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മലബാർ ഗോൾഡ്. കാരണം ജ്വല്ലറിയിൽ നമ്മുടെ ഒരു ഓർണമെൻ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മലബാർ ഗോൾഡ്. ആൾക്കാരുടെ ഒരു ഇപ്പോഴത്തെ നമ്മുടെ തലശ്ശേരിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ് പൊതുവെ? തലശ്ശേരി എപ്പോൾ ഒരു ട്രെൻഡിനോടൊപ്പം നീങ്ങുന്ന ഒരു ബാംഗ്ലൂർ അങ്ങനെ ഒരു സ്റ്റൈൽ തന്നെയാണ്. അതെ ബാംഗ്ലൂർ സ്റ്റൈൽ ഒരു എന്താ പറയുക, തലശ്ശേരി എപ്പോൾ ഒരു ട്രെൻഡിനോടൊപ്പം നീങ്ങുന്ന ഒരു പുതിയ ഓർണമെന്റ്സ് അവർക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എപ്പോഴും പുതിയ ട്രെൻഡിൻ്റെ പുറത്തായിരിക്കും കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓണത്തിന് പുതിയതായിട്ട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ഭയങ്കര ഹെവി വെയിറ്റിൽ നിന്നൊക്കെ സ്ത്രീകളടക്കം പെൺകുട്ടികളടക്കം ലൈറ്റ് വെയിറ്റിലേക്ക് മാറാൻ കാരണം എന്തായിരിക്കും? നമ്മുടെ ഇപ്പം ഗോൾഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം വാല്യൂ ഒരു വസ്തുവാണ്. പിന്നെ നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഇവിടെ ആർട്ടിസ്റ്റ് ഷോ എന്ന് പറഞ്ഞ ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇന്നലെയാണ് ശരിക്കും കഴിഞ്ഞത്. അതായത് നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽസ് ഓർണമെന്റ്സിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു ഇവിടെ ലൈറ്റ് വെയിറ്റ് പ്രദർശനവും വിൽപ്പനയുമായിരുന്നു. ഓരോ സ്റ്റേറ്റിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രീഷ്യസുമായ, അതായത് നമ്മുടെ ഇവിടെ ഡയമണ്ട് സെക്ഷനിലൊക്കെ 1 കോടി രൂപേൻ്റെ ഓർണമെന്റ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അത്രയ്ക്ക് വളരെ ഷോ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ 4 ദിവസം ഭയങ്കര റഷും കാര്യങ്ങളുമായിരുന്നത്. ഒരു തിരക്ക് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും അത് ഓണത്തിൻ്റെ വീണ്ടും ഒരു തിരക്കിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് ഓണത്തിനോടൊപ്പം പൊന്നോണം എന്ന് പൊതുവേ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പൊന്നിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത് അത്രയും തന്നെയാണ് ഓണത്തിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത്. കാരണം ഏത് ആഘോഷത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് എപ്പോഴും പൊന്നാണ്, മധുരവും പൊന്നുമാണ് എപ്പോഴും ഏതൊരു ആഘോഷത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓണക്കാലഘട്ടത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ, പ്രത്യേകിച്ചും ലൈറ്റ് വെയിറ്റ് മോഡലുകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് 18 ക്യാരറ്റിൻ്റെ ലൈറ്റ് വെയിറ്റും സാധാരണ ഗോൾഡിൻ്റെ ലൈറ്റ് വെയിറ്റ് ഐറ്റംസിനാണ് കൂടുതൽ പോകുന്നത്. പിന്നെ പൊതുവെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ് ഗോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓണത്തിൻ്റെ സീസണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഗോൾഡായിട്ട് മാറിയിരിക്കുന്നത്. ഈ സാധാരണ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ചിങ്ങമാസം കല്യാണത്തിൻ്റെ ഒക്കെ ഒരു സമയമാണ്. അങ്ങനെ ഒരു ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ അങ്ങനെ ഉണ്ട്? മാക്സിമം ഞങ്ങളല്ലേ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. എല്ലാ കാര്യം കസ്റ്റമർക്കും മാക്സിമം ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പണിക്കൂലി തന്നെ, കുറവുള്ള പണിക്കൂലി തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അതിന് എക്സ്ട്രാ കൂടാതെ തന്നെ ഓഫറുകളും കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ഓഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓണത്തിൻ്റെ ഈ മാസം 18-ാം തീയതി തൊട്ട് അടുത്ത മാസം 18-ാം തീയതി ഓഫർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം കസ്റ്റമർക്ക് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കൊടുത്ത് മാക്സിമം കസ്റ്റമറെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മലബാർ ഗോൾഡിൻ്റെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കേട്ടൊരു വാക്കുണ്ട്, ഇതൊക്കെ പോരെ കളിയാ അല്ലേ? അപ്പോൾ ഇതാണ് വേറെ കുഴപ്പമുണ്ട്. ഈ കോവിഡിൻ്റെ കാലത്ത് ആളുകൾ താങ്ങി നിർത്തി ഗോൾഡ് മാത്രമേ ഉള്ളൂ. ബാക്കി കസ്റ്റമർക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു മൂല്യമായിട്ടാണ് ഗോൾഡായി മാറിയിരിക്കുന്നത്. അതെ, നമ്മുടെ സ്വന്തമായിട്ടൊരു അസറ്റാണ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ രീതി കൊണ്ടായതുകൊണ്ടാണ് ഗോൾഡ് ജനങ്ങൾക്ക് ഇത്രയും ഇഷ്ടപ്പെടുന്നതും. അത് തന്നെ വേറെ പറഞ്ഞാൽ ഇത് ധരിക്കാനും കൂടെ പറ്റുന്ന ഒരു ഓർണമെന്റ്സ് ആണത്. അപ്പോൾ ഒരു ട്രഡീഷണൽ ഒരു സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ്. അതിലും വെറൈറ്റികൾ കാര്യങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ അതാണ് മാവേലി, ഇതൊന്നും ഇപ്പോൾ വെറൈറ്റി അല്ല, അതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ മലബാർ ഗോൾഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോട് വന്നപ്പോൾ പറഞ്ഞു മലബാർ ഗോൾഡിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ട് പുതിയ ഒരെണ്ണം വാങ്ങിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് ഒറിജിനൽ അല്ലേ? സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഓണം അടിച്ചു പൊളിക്കുകയാണ്, ഗംഭീര ആഘോഷമാണ്. അതുമാണ് മലബാർ ഓണം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്, മലബാർ ഗോൾഡ് ഓണം എന്നൊക്കെ പറയാം. അതിനു മുമ്പ് നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ വക മലബാർ ഗോൾഡിന് ഞങ്ങളുടെ ഒരു പൊന്നോണ സമ്മാനമാണ്, സ്നേഹ സമ്മാനമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതോടൊപ്പം ഈ ഒരു ഷോറൂം വിസിറ്റ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട മഹാബലി തമ്പുരാനുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഒരു സ്നേഹ ഉപഹാരം കൂടിയാണ് ഇപ്പോൾ നൽകുന്നത്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. സന്തോഷം, ഹാപ്പി ആയിട്ട് ആഘോഷത്തോടു കൂടി ഈ പ്രാവശ്യത്തെ ഓണം എല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷിക്കുക മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിനോടൊപ്പം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓർണമെന്റ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ട് പുതിയ ഓർണമെന്റ്സ് എടുത്ത് നമുക്ക് തിരിച്ചു ഗിഫ്റ്റാണ് എനിക്ക് ഇങ്ങോട്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതെ. ഓക്കെ, കൊടുക്കുക വാങ്ങിക്കുക അല്ലേ? അപ്പോൾ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അഡ്വാൻസ് ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു.